ആഗോള ഇന്ധന പ്രതിസന്ധിയുടെയും വിദേശ നാണയശേഖരം സംഭരിക്കുന്നതിൻ്റെയും പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മാതൃകയിലൂടെ ജനശ്രദ്ധ നേടുകയാണ്. തൻ്റെ ഔദ്യോഗിക വാഹന വ്യൂഹത്തിൻ്റെ വലിപ്പം പകുതിയോളം കുറച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഈ പുതിയ സന്ദേശം ലോകത്തിന് മുഴുവൻ നൽകുകയാണ്. ഹൈദരാബാദിൽ നടത്തിയ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി തൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ വലിപ്പത്തിൽ മാറ്റം വരുത്തിയത്. വഡോദര, ഗുവാഹത്തി എന്നിവിടയിൽ നടന്ന സന്ദർശന വേളയിലെല്ലാം പകുതിയോളം വാഹനങ്ങൾ ഒഴിവാക്കിയാണ് പ്രധാനമന്ത്രി യാത്ര ചെയ്തത്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെയായിരുന്നു ഈ യാത്രകളെല്ലാം അദ്ദേഹം നടത്തിയതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത്. അത്യാവശ്യ സുരക്ഷാ വാഹനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അധികമായി ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം ഒഴിവാക്കുകയായിരുന്നു. നീളമേറിയ വാഹന വ്യൂഹങ്ങൾ പലപ്പോഴും വലിയ ഗതാഗത കുരുക്കിന് കാരണമാകാറുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം പൊതുജനങ്ങളുടെ യാത്രാക്ലേശം കുറയ്ക്കാനും ട്രാഫിക് മാനേജ്മെൻറ്റ് എളുപ്പമാക്കാനും സഹായിക്കും. ഈ ചുവടുവയ്പ്പിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും തങ്ങളുടെ വാഹന വ്യൂഹത്തിൻ്റെ വലിപ്പം കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധനം കരുതലോടെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. വിദേശ നാണയശേഖരം ലാഭിക്കുന്നതിനായി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും കോവിഡ് കാലത്തെ പോലെ ഓൺലൈൻ മീറ്റുകൾ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ നടപടി സർക്കാരിൻ്റെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനും വിഭവങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നതിനും വലിയ ഉദാഹരണമായി മാറുകയാണ്. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള VVIP നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും പ്രധാനമന്ത്രിയെ പോലെ ഇത്രയധികം സുരക്ഷ വേണ്ട ഒരാൾ വാഹന വ്യൂഹത്തിൻ്റെ എണ്ണത്തിൽ കുറവ് വരുത്തിയത് ചെറിയ ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്.